ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. എല്ലാവർക്കും തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സോൾട്ട്, 4 മുട്ട, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസെൻസ്, 1/4 കപ്പ് പാല്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സോൾട്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊരു 3 തവണയെങ്കിലും സീവ് ചെയ്ത് എടുത്താൽ നമ്മുടെ കേക്ക് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് 2 ടിന്നിലായിട്ടാണ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ടോൾ കേക്കായിട്ടാണ്. അപ്പോൾ നമുക്ക് 1/2 kg 2 ടിന്നാണ് അതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ ഇതിൽ വെക്കുകയാണ് വേണ്ടത്. നമുക്ക് കുറച്ച് ഓയിൽ ജസ്റ്റ് ഒന്ന് ടിന്നിൽ സ്പ്രെഡ് ചെയ്യാം. കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ 2 ടിന്നിലും. അടിയിൽ നന്നായിട്ട് ആക്കുക. അരികിൽ ചെറിയ രീതിയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച ബട്ടർ പേപ്പർ ഇതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മുട്ട, എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മളിവിടെ 4 മുട്ട, എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡ് കൂട്ടാവുന്നതാണ്. ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ എടുക്കുന്ന ബൗളിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടുമില്ലാന്ന് ഉറപ്പ് വരുത്തണേ. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളായിട്ടിരിക്കണം. നമുക്കിനി എഗ് യോക്കിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസെൻസും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് പാല് ചേർക്കാം. പാല് ചേർത്തതിന് ശേഷം സ്ലോ ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷവും ചെറിയ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഈ മിക്സിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും എഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുമിച്ച് ഇടരുത്, കുറേശ്ശായിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യണം. സ്ലോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങി വരത്തില്ല. ഇനി എഗ് വൈറ്റ് കുറച്ച് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഇത് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. വളരെ സ്ലോ ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ചെയ്യാം. ഇനി കുറച്ചുകൂടി എടുത്തിട്ട് മിക്സ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ മിക്സ് ചെയ്യാം. വീണ്ടും എഗ് വൈറ്റ് കുറച്ച് ഇടാം. സ്ലോ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിസ്ക് തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടിന്നിലോട്ട് ഒഴിക്കാം.
അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്ക് ടിന്നിലോട്ട് വെച്ചിട്ടുണ്ട്. 2 ടിന്നിൽ നമ്മൾ ഒഴിച്ചു. ഇത് നമ്മളിനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടി പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ കേക്ക് ഇതാ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഐസിങ്ങിനുള്ള ക്രീം ബീറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് റിച്ച് ഗോൾഡും അതേപോലെ ഫിയോണയും കൂടെയാണ്. രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കുക. നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ ക്രീം എപ്പോഴും ഒരു ജ്യൂസി കൺസിസ്റ്റൻസിയിലായിരിക്കണം. അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരിക്കണം. എന്നാലേ നമ്മളെ ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് വരുള്ളൂ, നല്ല സ്റ്റിഫ്നെസ് കിട്ടുള്ളൂ. നമുക്ക് ഐസിങ് ഈസി ആവണമെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെ എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്ലോയിൽ തന്നെ ബീറ്റ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടാവുള്ളൂ. ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യണം. നമുക്ക് തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാൽ നമ്മളെ ക്രീം ബീറ്റ് ആവില്ല, ശരിക്കും ബീറ്റ് ആവില്ല. പിന്നെ നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ക്രീം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കവുത്തിയാൽ ഇങ്ങനെ പോരാത്ത രീതിയിൽ, ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം മാറ്റി വെക്കാം. കാരണം അത് കേക്ക് ഫൈനൽ ഫിനിഷിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ക്രീമിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്യാം. ചോക്ലേറ്റ് ഗണാഷ് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് 1 കപ്പ് ക്രീമിലോട്ട്, ഫ്രഷ് ക്രീമിലോട്ട് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ടാണ്. എന്നിട്ട് അത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിത് ക്രീമിലോട്ട് ആഡ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് സോക്ക് ചെയ്യാം. ഇത് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഓക്കെ, നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ഇനി ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്യാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അത് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതേപോലെ എല്ലാ ലെയറും ഇങ്ങനെ ചെയ്തെടുക്കാം. ക്രീം കോട്ട് ചെയ്ത കേക്ക് നമുക്ക് ഇനി ഫിനിഷിംഗ് വർക്ക് ചെയ്യാം. നമ്മൾ ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചാണ് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ഈ കേക്ക് ട്രൈ ചെയ്യാം. താങ്ക് യു.